മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലി വന്നാൽ കൂടെ പോകുമെന്നറിഞ്ഞ് വളരെ വിഷമത്തിൽ തന്നെയായിരുന്നു തൻ്റെ സഹോദരിമാർ. അവരാ വിവരം രോഹിത്തിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. രോഹിത്ത് പറഞ്ഞാലെങ്കിലും ചേച്ചിയുടെ ആ തീരുമാനത്തിൽ നിന്നും ചേച്ചി പിന്മാറട്ടെ എന്ന് കരുതി. പക്ഷേ രോഹിത്ത് വിളിച്ചിട്ടും അവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയതല്ലാതെ താൻ കൂടെ പോവില്ല എന്ന് അവനോടും അലീന പറയുന്നില്ല. എന്ന് വരും ചേച്ചി എന്ന് ചോദിച്ചിട്ട് പോലും അലീനയ്ക്ക് അതിനും മറുപടി ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ തിരിച്ചു വരാം, പോകുന്ന കാര്യം അതേപോലെയൊക്കെ നടക്കട്ടെ എന്ന് മാത്രമാണ് അലീന പറയുന്നത്. അപ്പോഴും രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് ചേച്ചി ഈ ഓട്ടക്കളി? എവിടെയെങ്കിലും ഒരുത്തിൽ ചേച്ചിക്ക് നിന്നൂടെ? ചേച്ചിയെ ഇങ്ങനെ അവിടേക്ക് ഇവിടേക്ക് തട്ടി കളിക്കുമ്പോൾ ചേച്ചിയുടെ വ്യക്തിത്വമല്ലേ ഈ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും അലീന പറയുന്നുണ്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലെന്ന്. ചേച്ചിക്ക് ഒരു അഡ്രസ്സ് ഇല്ലാത്തവളാണ്. ആ ആൾക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നതെന്നൊക്കെ അലീന ചോദിക്കുകയാണ്. അപ്പോഴും രോഹിത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അഡ്രസ്സിലല്ലല്ലോ വ്യക്തിത്വം ഇരിക്കുന്നത്, അതൊരു വ്യക്തിയുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അല്ലേ. ചേച്ചി എന്നും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് നടത്തി തന്നിട്ടുള്ളത്. ആ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ചേച്ചിയുടെ കാര്യത്തിൽ ഒരഭിപ്രായം ഇല്ലാതാവുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും അലീന ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അവസാനം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചി പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതേ രോഹിത്തെ എന്ന് പറയുമ്പോൾ രോഹിത്ത് ചോദിക്കുകയാണ്, ഞാൻ ലീവിന് വരുമ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരിക്കണം. ഉണ്ടാവില്ലേ ചേച്ചി? ശ്രമിക്കാടാ, അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ എന്ന്. രോഹിത്ത് അലീനയുടെ കോള് കട്ട് ചെയ്തതിന് ശേഷം വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിലും ഇപ്പോൾ അവിടെ പോയാലും ചേച്ചിയെ പിടിച്ച് കെട്ടിടാനൊന്നും കഴിയില്ലല്ലോ. ചേച്ചിയുടെ പപ്പ വന്ന് വിളിക്കുമ്പോൾ കൂടെ പോവരുതെന്ന് പറഞ്ഞിട്ട്. ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛൻ മാത്രമാണ്. ചേച്ചിയെക്കുറിച്ചിട്ട് ഒന്നും അറിയാതിരുന്ന ആളായിരുന്നു ചേച്ചിയുടെ സ്വന്തം അച്ഛൻ. ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ അച്ഛനാണ് എല്ലാം ചെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതും ഇങ്ങനെയൊരു കാര്യം കുത്തിപ്പൊക്കി കൊണ്ടുവന്നതും. ഇതിന് അച്ഛനെ തന്നെ കുറ്റം പറയണമല്ലോ. പക്ഷേ ചേച്ചി അറിഞ്ഞാൽ സമ്മതിക്കില്ല. അച്ഛൻ്റെ അന്നത്തെ മാനസികാവസ്ഥയ്ക്ക് അച്ഛൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നല്ല ബോധ്യമുള്ള ആളായിരുന്നു ചേച്ചി. ചേച്ചി പറയുന്നത് സത്യമാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ ചേച്ചിയാണ് ആദ്യം അവിടെ നിന്ന് അടിച്ചോടിച്ചു വിടുക. പക്ഷേ അച്ഛൻ അതെല്ലാം അവസരോചിതമായി ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയായിരുന്നു. ഇത് മാത്രമാണ് അച്ഛൻ്റെ കയ്യിൽ നിന്നും വന്ന ഒരു താളപ്പിഴവ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ സ്റ്റാൻലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നേരിട്ടൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കാമായിരുന്നു, ചേച്ചിയെ ഇവിടെ നിന്നും കൊണ്ടുപോകരുതെന്ന്. അത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന്. ഇനി ചേച്ചിയെ അന്വേഷിച്ച് ഒരിക്കലും വരരുതെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്നെല്ലാം മനു ചിന്തിക്കുകയാണ്. ഇതേ സമയം മനു മനസ്സുകൊണ്ട് ഓർക്കുകയാണ്, രേവതിക്കുട്ടി ഒരു പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ തന്നെയാണല്ലോ ബബിതയും പറഞ്ഞത്. രേവതി വളരെ ചീത്ത പറയും ചേച്ചിയെ, ഇങ്ങനെ ചേച്ചി ഒരേന്ന് കാണിച്ചു കൂട്ടുന്നതിന്. മറ്റുള്ളവരുടെ സന്തോഷത്തിനനുസരിച്ച് ചേച്ചി സ്വയം ജീവിതം ഇങ്ങനെ താളം തട്ടി കളിക്കുന്നത് കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് അതൊന്നും ഇഷ്ടപ്പെടാറില്ല. അവൾ ഇടപെട്ടിട്ടാണല്ലോ അന്ന് മനുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള ആ വഴക്ക് പോലും ഇല്ലാതാക്കി കളഞ്ഞത്. ഇതും ഒരു പക്ഷേ അവളെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റിയാലോ എന്നെല്ലാം ആലോചിക്കുകയാണ് രോഹിത്ത് അപ്പോൾ ഒരു കാര്യം കൂടിയും ചിന്തിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ അങ്കിളാണ് അന്ന് ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ച് അച്ഛന് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപക്ഷെ ഈ സ്റ്റാൻലിയുടെ നമ്പർ ഉണ്ടായിരിക്കാം. ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ എന്നെല്ലാം ആലോചിച്ച് രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് രോഹിത്ത് വിളിക്കുകയാണ്. രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് ഒരുപാട് വട്ടം രോഹിത്ത് വിളിച്ചിട്ടും അവിടെ ആരും തന്നെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം രേവതിക്കുട്ടി കോളൊന്നും വരുന്നത് കാണുന്നുണ്ടായില്ല. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് മാമച്ചായൻ ചെന്ന് നോക്കുന്നത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ രോഹിത്തേട്ടൻ എന്ന നമ്പർ അതിൽ തെളിഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. മാമച്ചായൻ കോൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ
ഫോണുമായിട്ട് രേവതിക്കുട്ടിയുടെ അരികിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും റിങ് അവസാനിച്ചിരുന്നു. രേവതിക്കുട്ടിയോട് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെയാണാവോ? ഇതിന് ഉടമസ്ഥൻ വല്ലതുണ്ടോ? അപ്പോൾ അവൾ ആ കുറുമ്പോട് കൂടി തന്നെ പറയുന്നുണ്ട്, അതെൻ്റെതാണെന്ന് അറിയാലോ, പിന്നെന്തിനാ ഒരു അനൗൺസ്മെന്റ്? അല്ല, ഇതേ ഈ അമ്മയെ വിളിച്ച് കരയുന്ന കുട്ടിയെപ്പോലെ ഒരുപാട് സമയമായി ആ മേശപ്പുറത്ത് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് ടി വി കാണുകയാണെന്ന് ഇതിനറിയത്തില്ലല്ലോ. ഇതേ ആരാണെന്നൊന്ന് നോക്കാവോ? ഒരുപാട് വട്ടായി വിളിച്ചോണ്ടിരിക്കുന്നു. അതെയോ, ഞാൻ കണ്ടില്ല അങ്കളെ. ആരാ? ചേച്ചിയാ? ഏയ് അല്ലല്ല, രോഹിത്തേട്ടനാ വന്നത്. ഓ, അത് ആ അലീനയുടെ സഹോദരനല്ലേ? ഗ്രേസമ്മയായിരുന്നു ആ ചോദിച്ചത്. ആ അതെ ആൻറ്റി, ആൻറ്റിക്ക് ഓർമ്മയില്ലേ ഒരു വട്ടം ആൻറ്റിയോട് സംസാരിച്ചത്? ഓ ഓവോ എനിക്ക് ഓർമ്മയുണ്ട്. എന്താന്ന് ചോദിക്കേ. 3-4 വട്ടമായിന്നല്ലേ അങ്കിള് പറഞ്ഞത്? ആ അതെ അതെ. ഇങ്ങ് കൊണ്ടാ അങ്കിളെ, ഞാൻ നോക്കട്ടെ. നീ ആദ്യം ആ ടി വിയുടെ സൗണ്ട് ഒന്ന് കുറച്ചേ രേവതിക്കുട്ടി. ഇതെന്ത് സൗണ്ടിലായി വെച്ചിരിക്കുന്നേ? പിന്നെ എങ്ങനെയാ നിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് നീ കേൾക്കുന്നേ? അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാ നിന്നെ ഇങ്ങനെയാണെങ്കിൽ കിട്ടുമോ? വലിയ കഥ പറയാതെ ആ ഫോൺ ഇങ്ങ് താ മിസ്റ്റർ. തമാശ രൂപേണെ മാമച്ചായനെ കളിയാക്കിക്കൊണ്ട് തന്നെ മാമച്ചായന്റെ കയ്യിൽ നിന്നും ആ ഫോൺ അവള് തട്ടിപ്പറിച്ച് കൈക്കലാക്കി. ഫോണിൽ നോക്കിയ രേവതിക്കുട്ടി ഒന്ന് അമ്പരന്നു. 5 മിസ് കോളോ? അതും രോഹിത്തേട്ടന്റെ. എന്താണാവോ അത്യാവശ്യം? കഴിഞ്ഞ ദിവസം ചാറ്റ് ചെയ്തപ്പോഴും സീരിയസ് ആയിട്ട് പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണാവോ എന്ന് കരുതി രേവതിക്കുട്ടി തിരിച്ചു വിളിക്കുകയാണ്. വിളിക്കുമ്പോഴേക്കും രോഹിത്ത് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. രോഹിത്ത് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, എന്തിനാ രേവതിക്കുട്ടി നീ ഈ ഫോണും കൊണ്ട് നടക്കുന്നത്? അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ സെൽഫോണൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്? അത് നീ മേടിച്ച് കയ്യെ വെച്ചിരിക്കുന്നതും അതിന് തന്നെയല്ലേ? ഇതിപ്പോ നിന്നെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുമല്ലോ. എൻ്റെ കയ്യിൽ ഗ്രേസമ്മാൻ്റെയോ മാമച്ചായൻ അങ്കിളിൻ്റെയോ ഒന്നും നമ്പർ ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ അവരാരെങ്കിലും വിളിച്ചേനെ. നിന്റെ നമ്പർ ഉള്ളതും ഇല്ലാത്തതിപ്പോൾ കണക്കായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, കിടന്ന് തുള്ളാതെ വിളിച്ച കാര്യം പറയേ. ഇതെന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തിനാ ദേഷ്യപ്പെടുന്നേന്നോ? പിന്നെ നീ കണ്ടായിരുന്നോ ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു എന്ന്? സോറി രോഹിത്തേട്ടാ, ഞാൻ കണ്ടായിരുന്നു, ഞാൻ കേട്ടില്ല. പക്ഷെ അതുകൊണ്ടാ ഇപ്പം തന്നെ ദേ മാമച്ചായൻ കൊണ്ടുവന്ന് തന്നതുകൊണ്ടാ ഞാൻ. ആ മതി കഥ പറച്ചില്. എന്താ എത്ര സീരിയസ്? നീ അറിഞ്ഞില്ലേ ഒന്നും? എന്തറിഞ്ഞില്ലേന്ന്? ചേച്ചി വീട് വിട്ട് പോവാണെന്ന്. ചേച്ചി വീട് വിട്ട് പോവേ? ചേച്ചി ഇനി എവിടേക്ക് പോവാൻ? അത് തന്നെ ഈ പറയുന്നത്. ചേച്ചിയുടെ ആ പപ്പയുണ്ടല്ലോ, ആ സ്റ്റാൻലി, അദ്ദേഹം വന്ന് കൊണ്ടുപോവാണെന്ന് ചേച്ചിയെ. ഇനി ചേച്ചി അവിടെ നിൽക്കട്ടേന്ന്. അയാൾക്ക് 2 ആൺമക്കളാത്രേ. അയാൾക്കും വേണമെന്ന് ഒരു മോളെ. അവർക്ക് അവരുടെ സഹോദരിയെ കൊടുക്കണമെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. രോഹിത്ത് വളരെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഇവിടെ ഇപ്പം എന്ത് കുഴപ്പമുണ്ടായിട്ടാ? ഇവിടെ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? പിന്നെ വൈജാൻറ്റിയെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നു പോലുമില്ല. ഇതിപ്പോ എന്താ കാര്യം? അതല്ലേ പറഞ്ഞത്, അയാളുടെ മക്കള് എന്തോ പഠിക്കാൻ പോയടത്തുനിന്ന് ലീവിനായിട്ട് വരുന്നുണ്ടെന്ന്. ആ സമയത്ത് ചേച്ചി വീട്ടിൽ വേണമെന്നൊക്കെയാ പറയുന്നത്. ഇതേ അന്നേ ഇവിടുത്തെ മാമച്ചായനങ്കിൾ ഉണ്ടല്ലോ, മാമച്ചനങ്കിള് ആദ്യമേ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ ഇയാളെ അന്വേഷിച്ച് പോവാനൊന്നും നിൽക്കണ്ടാന്ന്. അന്ന് നിങ്ങളുടെ അച്ഛനാ വാശിപ്പുറത്ത് അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ഇപ്പം എന്ത് വന്നു? ചേച്ചിയിൽ അധികാരവും അവകാശവും പറയാൻ ആൾക്കാരായില്ലേ? അല്ലായിരുന്നുവെങ്കിലോ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടാവുമായിരുന്നോ? ഇനിയിപ്പോൾ കാണാം അവകാശികളൊക്കെ കൂടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന്. മനുവേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ചേച്ചിയുടെ പപ്പയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? ഒന്നാമത്തെ ചേച്ചിയുടെ അച്ഛൻ ക്രിസ്ത്യനും ചേച്ചിയുടെ അമ്മ ഹിന്ദുവും. അതേപോലെ തന്നെയാണല്ലോ ഇപ്പോൾ മനുവേട്ടനും ചേച്ചിയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറയാണ് ചേച്ചി ഒരു ക്രിസ്ത്യന് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ചെയ്യുമെന്ന് പറ. അത്രത്തോളൊന്നും നീ കാട് കയറി ചിന്തിക്കാതിരിക്കുക എൻ്റെ പൊന്നെ രേവതിക്കുട്ടി. അതെ, ഞങ്ങളുടെ കാര്യം വിട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ചേച്ചി ഇഷ്ടപ്പെടുന്നത് മാത്രമേ സംഭവിക്കൂ. ഇതിപ്പോൾ ചേച്ചിക്ക് അയാളോടൊപ്പം പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം ചേച്ചി അവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട്.
ചേച്ചിയും പറഞ്ഞോ പോണെന്ന്? അതല്ലേ പറയുന്നേ, ചേച്ചി ആദ്യം എതിർത്തു എന്നൊക്കെ തന്നെയാ ബബിത എന്നോട് പറഞ്ഞത്. പക്ഷെ അയാള് എന്തൊക്കെയോ പറഞ്ഞ് ചേച്ചിയുടെ മനസ്സ് മാറ്റി. ഇനിയിപ്പോ പോവാതെ നിവർത്തിയില്ലെന്നേ. ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇല്ലെന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഇല്ലെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോ പിന്നെ ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. നിനക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രേവതിക്കുട്ടി? ഞാൻ എന്ത് ചെയ്യാനാ രോഹിത്തേട്ടാ? നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് കേൾക്കാത്ത ആള് എന്നോട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു തോന്നുന്നുണ്ടോ? ഇതിപ്പോ പോകുന്ന കാര്യം എന്നോട് പറയാത്തത് പോലും ഞാൻ വഴക്ക് പറയുന്നത് കൊണ്ടാ. ഇനി അവിടെ ചെന്നിട്ടായിരിക്കും വിളിച്ചിട്ട് എന്നോട് പറയാൻ പോകുന്നത് ഞാൻ സ്റ്റാൻലി പപ്പയുടെ വീട്ടിലാണെന്നൊക്കെ. അല്ലാതെ ഇപ്പം എന്താ? ഇനിയിപ്പോൾ ഞാൻ വിളിച്ച് ചീത്ത പറയും, അത്ര തന്നെ. എന്നോട് കുറേ തത്വങ്ങൾ പറഞ്ഞ് എന്നെ തിരുത്തും. ഇതിനപ്പുറം എന്ത് സംഭവിക്കാനാ? എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്ത് ഹെൽപ്പാ രോഹിത്തേട്ടാ? എടി, അന്നേ ആ സ്റ്റാൻലിയെ കണ്ടുപിടിക്കാൻ നമ്മുടെ മാമച്ചനങ്ങളല്ലേ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ ഒരു പക്ഷേ അയാളുടെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ചോദിച്ച് മേടിച്ച് തരാവോ? അയ്യോ രോഹിത്തേട്ടൻ, നമ്പർ കിട്ടിയിട്ട് എന്നാ ചെയ്യാനാ? വേറൊന്നുമല്ല കൊച്ചേ, അത് അദ്ദേഹത്തെ ഒന്ന് വിളിക്കാനാ. ഞാൻ ചേച്ചിയുടെ സഹോദരനാണെന്ന് പറയാം. ചേച്ചി ഇവിടെ നിന്ന് വിടാനായിട്ട് ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലെന്ന് പറയാം. എന്തു പറയുന്നു? എന്താ നിന്റെ അഭിപ്രായം? അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അയാൾ ഇത്രയ്ക്ക് കടുംപിടുത്തം പിടിച്ച് ചേച്ചിയെ കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് നമ്മുടെ ബാലചന്ദ്രൻ അങ്കിള് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോഴും ചേട്ടൻ പറഞ്ഞ അയാൾ അതിൽ നിന്നും പിന്മാറുമോ? അതൊന്നും എനിക്കറിയത്തില്ല. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അല്ല രോഹിത്തേട്ടാ, ഈ വൈജാന്റി എന്താ പറയുന്നേ ചേച്ചി പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട്? ചേച്ചി പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ആദ്യം അമ്മയ്ക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. കാരണം അമ്മ വിചാരിച്ചത് അമ്മയുടെ ശല്യം കാരണം ചേച്ചി ഇവിടുന്ന് മാറ്റി നിർത്തുകയാണെന്നൊക്കെയാ. പക്ഷെ സത്യാവസ്ഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ വയലൻ്റായി. അയാൾക്ക് എന്ത് അവകാശമുണ്ട് ഇവിടെ വരാൻ? അയാൾക്ക് എന്ത് അവകാശമുണ്ട് അലീനയുടെ പേരിൽ? അയാൾ എന്തിനാണ് അലീനയെ കൊണ്ടുപോകുന്നത്? അമ്മ വിളിച്ച് പറയുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛന് ഭ്രാന്തല്ലേ പിടിക്കുള്ളൂ. അച്ഛൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ അമ്മയും ഈ പറയുന്ന പോലെ അച്ഛനെ കുറ്റപ്പെടുത്തി. എവിടെയോ കിടന്ന ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അലീനയുടെ പേരിൽ അവകാശം പറയാനായിട്ട്. അതിൻ്റെ ഒന്നും കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ചേച്ചി അതൊക്കെ തടുക്കുകയും ചെയ്തു. പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബാലചന്ദ്രൻ അങ്കിളിനെ നമുക്കാർക്കും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ക്ഷമിച്ച പോലെ ഈ ലോകത്തു ഒരു ഭർത്താക്കന്മാരും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഹിത്തേട്ടന് പോലും ചിന്തിച്ചാൽ മനസ്സിലാവത്. രോഹിത്തേട്ടനൊരു വിവാഹം കഴിച്ചിട്ട് അച്ഛൻ്റെ സ്ഥാനത്ത്, അതായത് ബാലചന്ദ്രൻ അങ്കിളുടെ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കറിയാം, എല്ലാം അറിയാം. അതുകൊണ്ടാണല്ലോ ഞാനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. പക്ഷേ എൻ്റേതായ വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാ. ബബിതയും കൃഷ്ണമോളും എന്നെ വിളിച്ചിട്ട് എന്നെക്കൊണ്ട് ചേച്ചിയെ ഇതിൽ നിന്നും പിന്മാറാൻ പറയാനൊക്കെയാ പറയുന്നത്. എനിക്കെന്നല്ല, ആർക്കും അതിന് സാധിക്കത്തില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ആ സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ തന്നെ വിചാരിക്കണം ചേച്ചിയെ വന്ന് കൊണ്ടുപോകണ്ടെന്ന്. അല്ലാതെ ഇതിനൊരു പോം വഴി ഞാൻ കാണുന്നില്ല. രോഹിത്തേട്ടാ, ചേട്ടനെ കോളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കിട്ടോ. ഞാനിപ്പോൾ തന്നെ നമ്മുടെ അങ്കിളിൻ്റെ അടുത്ത് ചോദിക്കാം, അങ്കിളിൻ്റെ വരെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോൾ ചേട്ടൻ കോള് കട്ട് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി മാമച്ചായൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അങ്കിളെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ രോഹിത്തേട്ടനാ എന്നെ വിളിച്ചത്. ആ, എന്നാ ഉണ്ട് അവൻ്റെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം അങ്കിളെ. അതെ, രോഹിത്തേട്ടൻ എന്നോടൊരു ഹെൽപ്പ് ചോദിക്കാനാ വിളിച്ചത്. എന്നതാ കാര്യം? അത് മാമച്ചായൻ്റെ ഫോണിൽ നമ്മുടെ അലീന ചേച്ചിയുടെ പപ്പില്ലയോ, ആ സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ, അയാളുടെ നമ്പർ എങ്ങാനും അന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അന്ന് മാമച്ചായനാണല്ലോ അദ്ദേഹത്തിൻ്റെ നമ്പറും അഡ്രസ്സും ഒക്കെ കണ്ടുപിടിച്ചത്. കാണണമെന്ന് തോന്നുന്നു മോളെ. അതെ, അന്ന് ഞാൻ സേവ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എനിക്കന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണല്ലോ പുള്ളിക്കാരൻ്റെ അഡ്രസ്സൊക്കെ അയച്ചു തന്നത്. അതിലെങ്ങാനും കാണണമെന്ന് തോന്നുന്നു.
ഞാൻ എന്തായാലും ആ ചാറ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചായൻ ഫോൺ പരിശോധിക്കുകയാണ്. അതെ, മാമച്ചായൻ ചിന്തിച്ച പോലെ തന്നെ ആ കൂട്ടുകാരൻ്റെ വാട്സപ്പ് ചാറ്റിൽ നിന്നും സ്റ്റാൻലി ജോസഫ് എന്ന നമ്പർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മാമച്ചായൻ ഉടനെ തന്നെ രേവതിക്കുട്ടിയോട് പറയാണ്, ആ മോളെ, നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ആ നമ്പർ ദേ ഇവിടെ കിടപ്പുണ്ട്. അതെയോ, ഞാനേ എന്നാ രോഹിത്തേട്ടനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അപ്പോൾ തന്നെ, രോഹിത്തേട്ട ദേ മാമച്ചായൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ, രോഹിത്തേട്ടൻ അതൊന്ന് സേവ് ചെയ്തോളൂ. ആ ചെയ്തോളാം, നീ ഒന്ന് പറഞ്ഞേ. രേവതിക്കുട്ടി ഉടനെ തന്നെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത് അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, വലിയ ഉപകാരം, എന്തായാലും നീ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞ ഭാവം ചേച്ചിയോട് വെക്കാൻ നിൽക്കണ്ട. ചേച്ചി എന്താന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ഈ വഴി അദ്ദേഹത്തെ വെച്ച് എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയം രേവതിക്കുട്ടി മാമച്ചായൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടാളും കൂടി ഒരു മാറി നിന്നൊരു സംസാരവും ഒരു ഗൂഢാലോചനയൊക്കെ ഞങ്ങളറിയാതെ എന്തെങ്കിലും ഇവിടെ? എൻ്റെ പൊന്ന് മാമച്ചായ, ആരെങ്കിലും ഒന്ന് നിന്ന് സംസാരിക്കുമ്പോഴേക്കും ഈ ദുഷിച്ച ചിന്താഗതി ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. നിങ്ങളൊന്നില്ലെങ്കിലും പട്ടാളക്കാരനല്ലേ, ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? അല്ല, ചോദിച്ചൂന്നേ ഉള്ളൂ. അങ്ങനെ ചോദിക്കേണ്ടെന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താ രേവതിക്കുട്ടി, എന്താ കാര്യം ഇപ്പോൾ രോഹിത്ത് വിളിച്ച് ഇങ്ങനെ നമ്പറൊക്കെ മേടിക്കാൻ? അതൊന്നും പറയണ്ടെന്നേ, ഈ ചേച്ചിക്ക് ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നതേ, അതിനോട് ആരെന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ലെന്നേ. ഇപ്പതേ ആ സ്റ്റാൻലി എന്ന് പറയുന്ന ചേച്ചിയുടെ പപ്പ വന്നിട്ടുണ്ടായി. അപ്പോൾ ചേച്ചി പോവുക അത്രേ അയാളുടെ കൂടെ. എന്തിനാന്ന് ചോദിച്ചിട്ട് അയാളുടെ മക്കൾ എന്തോ ലീവിന് വരുന്നുണ്ട്, അവരെ കൂടെ കുറച്ച് ദിവസം ചേച്ചിയെ നിർത്താനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങ് സമ്മതിച്ചു. ഇതിപ്പോൾ ചേച്ചിയെ വിടാനായിട്ട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല, വിടാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ചേച്ചിക്ക് അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ പോരുന്നില്ലെന്ന്. അത് ചേച്ചിയും പറയത്തില്ലല്ലോ, ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അന്നേ ഞാൻ പറഞ്ഞതാ ഈ സ്റ്റാൻലിയെ കുറിച്ച് അന്വേഷിക്കാൻ പോണ്ടെന്ന് ബാലചന്ദ്രനോട്. അന്ന് പിന്നെ ബാലചന്ദ്രന് ആ വൈജയോടുള്ള ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അയാളുടെ പിന്നാലെ പോയത്. ഇതിപ്പോ എന്ത് വന്നു? ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ അവിടേക്കും എവിടേക്കും ഓടേണ്ട അവസ്ഥ വന്നു. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാമച്ചായ. ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളെ ആർക്കും കുറ്റം പറയാൻ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു ഭർത്താക്കന്മാരാ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്ത് ഇപ്പോഴും ജീവിച്ചു മുന്നോട്ട് പോകുന്നത്? അതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ അയാള് ഈ പറയുന്ന പെൺകുട്ടിയെ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചതല്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ അയാളെ കുറ്റമൊന്നും പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഒന്നായി. ഇപ്പോഴും ഇടംതിരിഞ്ഞു നിൽക്കുന്നത് ബാലചന്ദ്രൻ തന്നെയാണ്, വൈജയെ അടുപ്പിക്കില്ല അലീനയുമായിട്ടെന്ന് പറഞ്ഞ്. അതും നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇപ്പം ഈ സ്റ്റാൻലിയുടെ വരവല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളതാ ഞാൻ പറയുന്നത്. അല്ല രേവതിക്കുട്ടി, ഈ നമ്പർ മേടിച്ചത് ഇതെന്തിനാ? അത് രോഹിത്തേട്ടന് ഈ സ്റ്റാൻലിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. രോഹിത്തേട്ടനും ബബിതയും ഒന്നും പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കുന്നില്ല. പപ്പ വരുന്നുണ്ട്, കൊണ്ടുപോവുകയാണ്, പപ്പയ്ക്കൊരു ഉപകാരം ഉണ്ടാവുന്ന സമയത്ത് വിളിച്ചതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഇവര് ഒരു തീരുമാനം രോഹിത്തേട്ടൻ സ്വയം എടുത്തതാ. ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാം, ചേച്ചിയെ കൊണ്ടുപോകരുതെന്ന് ഒന്ന് പറഞ്ഞു നോക്കാന്നൊക്കെയുള്ളത്. ചേട്ടനെ കൊണ്ട് അത് സംഭവിച്ചാൽ നല്ല കാര്യമാണല്ലോ. അവർക്കാർക്കും ചേച്ചിയെ വിടാനിഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല. ഈ എവിടെയെങ്കിലും ഒരിടത്ത് ചേച്ചിയെ നിൽക്കാതെ എല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. എന്തായാലും രോഹിത് ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് എന്താ പറയുന്നതെന്ന് നീ എന്നോടും കൂടി ഒന്ന് പറ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അലീനയെ വിളിച്ചൊന്ന് നമുക്ക് 3 പേർക്കും കൂടി സംസാരിച്ച് നോക്കാം.
നമ്മൾ പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവുകയാണെങ്കിൽ ഇത് അവൾ പോവാതിരിക്കാനായിട്ട് നമ്മളെ കൊണ്ടൊരു പോം വഴി. ചേച്ചിയെ വിളിച്ച് നല്ല വഴക്ക് പറയണമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ചേച്ചിക്ക് വല്ലാത്തൊരു ഇത് കൂടുതലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേനും തൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും ഇല്ല, ഒരു സുഖവും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് കാര്യമുണ്ട് അതിൻ്റെയൊക്കെ? നീയൊന്നും മിണ്ടാതിരിക്കേണ്ട രേവതിക്കുട്ടി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കാന്നേ. ഗ്രേസമ്മ പറയുന്നത് കേട്ടിട്ട് മാമച്ചായനും ഇരുന്ന് ചിരിക്കുകയാണ്. ഇതേ സമയം രോഹിത്ത് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് ഫോണിലെ നമ്പറൊക്കെ എടുക്കുന്നുണ്ട്. മറുവശത്ത് കോള് റിങ് ചെയ്യുന്നുണ്ട്, ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. രോഹിത്ത് രണ്ടാമത്തെ വട്ടവും അറ്റംപ്റ്റ് ചെയ്യാണ്. പക്ഷെ മറുവശത്തും ആരും ഫോൺ എടുക്കുന്നുണ്ടായില്ല. രോഹിത്തിന് ആകെ ടെൻഷനായി. തൻ്റെ നമ്പർ എന്തായാലും അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണാവോ എടുക്കാത്തത്? ഇനി വല്ല ഡ്രൈവിങ്ങിലോ വല്ല മറ്റു ജോലി തിരക്കിലോ എന്തെങ്കിലും ആവും. കുറച്ച് സമയത്തിന് ശേഷം ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് കരുതി രോഹിത്ത് ഫോൺ അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ സമയത്ത് രോഹിത്തിൻ്റെ ഫോൺ ഉടനെ ബെല്ലടിക്കുകയാണ്. അയ്യോ, ഇതിപ്പോൾ ഞാൻ വിളിച്ച നമ്പറാണല്ലോ, അദ്ദേഹം നമ്പർ കണ്ടപ്പോൾ തന്നെ തിരിച്ച് വിളിക്കുകയാണല്ലോ എന്നൊക്കെ കരുതി രോഹിത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രോഹിത്ത് ഹലോ പറഞ്ഞതും അവിടെ നിന്നും അദ്ദേഹവും തിരിച്ച് ഹലോ പറയുന്നുണ്ട്. ഉടനെ തന്നെ സ്റ്റാൻലി ചോദിക്കുകയാണ്, എനിക്ക് നമ്പർ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ, ഇതാരാന്നൊന്ന് പറഞ്ഞേ. അപ്പോൾ രോഹിത്ത് പറയാണ്, നമ്പർ കണ്ടാൽ മനസ്സിലാവത്തില്ല, എൻ്റെ പേര് പറഞ്ഞാലും മനസ്സിലാവണമെന്നില്ല, ഞാൻ രോഹിത്താണ്, അലീന ചേച്ചിയുടെ എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഓ രോഹിത്തായിരുന്നോ? രോഹിത്തെ എനിക്കറിയാം, അലീനയുടെ സഹോദരനല്ലേ? ആ അതെ അതെ അത് തന്നെയാ. അല്ല എന്തിപ്പോ എന്നെ വിളിക്കാൻ? എൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? ഇല്ല, ഞാൻ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഇപ്പോൾ സംഘടിപ്പിച്ചതാ. അതെയോ, എന്നതാ കാര്യം? അങ്കിളെ ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്ത് ഹെൽപ്പ്? അതും എന്നെ കൊണ്ട്? എന്താ രോഹിത്തെ? ചേച്ചിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാതിരിക്കാൻ പറ്റുമോ? അതെന്നതാ ഇപ്പോൾ ഇങ്ങനൊരു? ഞാൻ അലീനയോട് എല്ലാം പറഞ്ഞതായിരുന്നല്ലോ. ഞാൻ വീട്ടിലില്ല, ബാംഗ്ലൂരാണ്. ഇപ്പോൾ ഇവിടെയാണല്ലോ പഠിക്കുന്നത്. അതെയോ, ബാംഗ്ലൂരാണല്ലേ പഠിക്കുന്നേ? ഓ, ആ കേസിൽ നിന്നൊക്കെ പോയതിന് ശേഷം അങ്ങോട്ട് മാറിയതാണോ? അതെ അങ്കിളെ, എന്നെ കോളേജിൽ പെട്ടെന്ന് എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് അവർ തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോഴേക്കും പിന്നെ ബാംഗ്ലൂർ പഠിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ്. ആ ആയിക്കോട്ടെ, നല്ല കാര്യം. നല്ലോണമൊക്കെ പഠിച്ചേക്കണേ. ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും ചെന്ന് പെടാതെ സൂക്ഷിക്കണം. ബാംഗ്ലൂർ പോലെയുള്ള വലിയ സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെടാം. അത് നമ്മളായിട്ട് ഒന്നിനും നിൽക്കരുതെന്ന് വിചാരിച്ച് തന്നെ ഒഴിഞ്ഞു മാറി നിന്നാൽ മതി എന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇല്ലങ്കിളെ ഞാനായിട്ടും ഒന്നിലും പെടുന്നില്ല, ഉള്ളത് തന്നെ ഇപ്പോൾ ആകെ ടെൻഷനായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. ആ അല്ല രോഹിത്തെ, എന്തായിരുന്നു അലീനയെ കൊണ്ടുപോകരുതെന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ വിളിച്ച് പറയാനുള്ള കാരണം? അല്ല, വീട്ടിലെ എല്ലാവരും വളരെ വിഷമത്തിലാണ്. വീട്ടിൽ നിന്ന് ബബിതയും കൃഷ്ണമോളും വിളിച്ചിരുന്നേ. അവരും അമ്മയായിട്ട് അത്ര നല്ല രസത്തിലൊന്നും അല്ലല്ലോ. അപ്പോൾ അലീന ചേച്ചി കൂടി പോകുമ്പോൾ അവർക്ക് ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനായി. അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ അമ്മയേക്കാളേറെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചേച്ചി തന്നെയാണ്. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും വല്ലാത്ത വിഷമത്തിലാങ്കളെ. എന്നോട് ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടാ ബബിത അവിടെ നിന്നും വിളിക്കുന്നത്. ചേച്ചിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചേച്ചി ഒരു വാക്ക് കൊടുത്താൽ അതിൽ നിന്നും പിന്മാറുന്ന ഒരാളുമല്ല. അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ വിഷമം പറഞ്ഞാൽ അങ്കിളിന് മനസ്സിലാവുന്നു. അല്ല, അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്കിള് കേട്ടില്ലായിരുന്നു. കേട്ടു രോഹിത്തെ, പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാര്യമല്ലേ. ഞാനും പറഞ്ഞത് എൻ്റെ കാര്യം തന്നെയാണ്. ഇത്രയും കാലം ഇങ്ങനെ ഒരാൾ എനിക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അറിഞ്ഞതിന് ശേഷം അവൾ എങ്ങനെയാണ് ഉപേക്ഷിച്ച് പിന്മാറി നിൽക്കുന്നത്? അത് എന്തായാലും നടക്കത്തില്ല രോഹിത്തെ. എനിക്കിപ്പോൾ അവളെ കൊണ്ടുപോകുന്നേ പറ്റൂ. അങ്കിള് ഒറ്റയടിക്ക് അങ്ങനെ പറയരുത്. എന്നാൽ അങ്കിള് മറ്റൊരു കാര്യം ചെയ്യാവോ? ഇപ്പോൾ തൽക്കാലം ചേച്ചിയെ കൊണ്ടുപോയിട്ട് ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നടക്കില്ല രോഹിത്തെ, ഞാൻ പറഞ്ഞില്ലേ.
ഞാൻ ഉള്ളത് സത്യം തന്നെ പറയാലോ. ഇനി തിരിച്ച് അലീനയെ അയക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല രോഹിത്തെ. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. അല്ല, അങ്കിളെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിന് അതിൻ്റെതായ ന്യായമുണ്ടെന്ന് തന്നെ രോഹിത് വിചാരിച്ചോളൂ. സ്റ്റാൻലിയുടെ വാക്കുകൾ കേട്ടിട്ട് രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നാണ്. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.